മുത്തശ്ശൻ എന്നെ അന്വേഷിച്ചോ? നിന്റെ കാര്യം തന്നെയാ മുത്തശ്ശൻ എന്നോട് ചോദിച്ചോണ്ടിരുന്നത്. എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് നീ മുത്തശ്ശനോട് പറഞ്ഞോ? മുത്തശ്ശന് വിഷമം തോന്നിയാലോ എന്ന് കരുതി ഇവള് പറഞ്ഞില്ല. മുത്തശ്ശന്റെ സ്നേഹാന്വേഷണം കേട്ടപ്പോ വേദന കുറച്ച് കുറവുള്ള പോലെ തോന്നി. കിരണിന് ഇങ്ങനെ സംഭവിച്ച കാര്യം മുത്തശ്ശൻ എങ്ങനെ മുൻകൂട്ടി കണ്ടു? ഇവക്ക് എന്താ സംഭവിച്ചെന്ന് മുത്തശ്ശന് മനസ്സിലായിട്ടില്ല. ഇവൾക്ക് സുഖമില്ലാത്ത എന്തോ അവസ്ഥ ഉണ്ടാവുന്ന മുത്തശ്ശൻ മനസ്സിൽ കണ്ടത്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് മുത്തശ്ശി ഇന്നലെ രാത്രി നിമിത്തം കണ്ടു. അതേപോലെ സംഭവിക്കുകയും ചെയ്തു. വൃന്ദേ, തന്റെ മുത്തശ്ശൻ ഇന്നലെ രാത്രി തന്നെ ഇക്കാര്യം വിളിച്ച് പറയേണ്ടതായിരുന്നു. എങ്കിൽ കിരൺ ഈ ആപത്ത് സംഭവിക്കില്ലായിരുന്നല്ലോ. ആപത്തുണ്ടെന്ന് മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ കിരണിനെ ഇന്നലെ രാത്രി തനിച്ച് വിടില്ലായിരുന്നല്ലോ. തനിച്ച് വിട്ടതുകൊണ്ടല്ലേ കിരൺ ഈ അവസ്ഥ ഉണ്ടായത്. അല്ല, തന്റെ മുത്തച്ഛന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടോ? അത് ഞാൻ ഇപ്പോഴാണല്ലോ അറിയുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെങ്കിലേ മുത്തശ്ശന് അപ്പൊ തന്നെ അതിന്റെ സൂചന കിട്ടും. അതാണ് സൂര്യമംഗലത്ത് ഇളയത് തിരുമേനിയുടെ നിമിത്തശാസ്ത്രം, ഞങ്ങളുടെ മുത്തശ്ശന്റെ ഉൾക്കാഴ്ച. മുത്തശ്ശനെ പറ്റി പറഞ്ഞപ്പോ നിനക്കെന്താടാ ഒരു പേടിയും പരിഭ്രമവും? ഞാൻ ശരിക്കും പേടിച്ചു. നീ പേടിക്കേണ്ട കാര്യം എന്താ? അത് ഞാൻ നിങ്ങൾക്കൊപ്പം ഇവിടെ താമസിക്കുന്ന കാര്യം മുത്തശ്ശൻ മനസ്സിലാക്കിയിട്ടുണ്ടാവോ? ഏയ്, അങ്ങനെ മുത്തശ്ശന് തോന്നിയിട്ടുണ്ടെങ്കിലേ അതിനെപ്പറ്റി മുത്തശ്ശൻ പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞു. നിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കും മുത്തശ്ശൻ ആ ഉൾക്കാഴ്ച ഇതുവരെ കിട്ടാതെ പോയത്. ഇവനെ മുത്തശ്ശൻ കണ്ടുപിടിച്ച എന്തായിരിക്കും ഇവന്റെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ചു നോക്കിയേ. ഇവന് ഭൂമിയിലും ആകാശത്തും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായനെ. നീ 2 ചിറകും ഫിറ്റ് ചെയ്ത് ലാൻഡ് ചെയ്യാൻ എയർപോർട്ടിൽ ഇട്ടാത്ത വിമാനത്തെ പോലെ കറങ്ങി നടക്കേണ്ടി വരും. എന്താടി? പുറത്തു നടുവിനൊക്കെ ഭയങ്കര വേദനയാ. ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ നീ കേക്കില്ലല്ലോ. വേണ്ട, ഹോസ്പിറ്റലിൽ പോവണ്ട. കിരൺ അടിച്ചിട്ടവരെ നിങ്ങൾ വെറുതെ വിട്ടോ? ഇയാളെ ഉപദ്രവിച്ചവരെ ഇതുപോലെ വേദനിപ്പിക്കുക വേണ്ടത്? എന്റെ കൈ തരിക്കുക. നിന്റെ കൈ തരിക്കുന്നുണ്ടെങ്കിലേ ആ തരിപ്പങ്ങ് അടക്കി വെക്ക്. വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ചെന്ന് തലയിടണ്ട. കിരണിനോട് ഇത് ചെയ്തവരെ 24 മണിക്കൂറിനകം ഇതുപോലെ കിടത്തുമെന്ന് താൻ വീരവധം പറഞ്ഞല്ലേ? ഇത്രയും നേരായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ആരവേ, വേണ്ട, അതിനെപ്പറ്റി സംസാരിക്കണ്ട. ഞാൻ സംസാരിക്കും. ഇവർക്ക് ആർക്കെങ്കിലും ഈ അവസ്ഥ വന്നിരുന്നെങ്കിലേ താൻ എപ്പോഴേ ചെന്ന് കണക്ക് തീർക്കുമായിരുന്നു. താൻ വീണപ്പോ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. കിരണിന് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? അതെ, നിന്റെ മാത്രം തോന്നല. ഇതിന് മറുപടി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. ചെയ്തത് ആരാണെന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ആ സംശയം ഒന്ന് മാറണം. ആ സമയത്ത് തിരിച്ചടിച്ചിരിക്കും. വൃന്ദേ, ഞാൻ ഈ അവസ്ഥയിലായിരിക്കുമ്പോ നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കരുത്. ഇപ്പൊ ഈ പ്രശ്നം മറന്നേക്ക്. ഈ പ്രശ്നം അങ്ങനെ മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിന്നെ ഏതോ ഗോസ്റ്റ് അടിച്ചിട്ടെന്നല്ല അലീനെ പറഞ്ഞത്. എന്നാ ആ ഗോസ്റ്റിനെ തന്നെ ഞങ്ങൾ അടിച്ചിടും. ആരോ പിന്നാലെ വരുന്ന പോലെ തോന്നിയല്ലോ. ഇവിടെയാണോ? ഇവിടെ ആരാ മറഞ്ഞു നിന്നത്? എന്താ ഡോക്ടർ, എന്തു പറ്റി? എന്തേലും കളഞ്ഞുപോയോ? ഏയ്, ഒന്നുമില്ല.
ക്ലീനിങ് കഴിഞ്ഞാ മന്ദാകിനി ഇതൊന്നും ഓർഗനൈസ് ചെയ്ത് വെക്കില്ല. മന്ദാകിനിയോട് എത്ര തവണ പറഞ്ഞതാ? എത്ര തവണ പറഞ്ഞാലും ഇങ്ങനെ ചെയ്യൂ. ഇവിടെ ആരോ ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും കുട്ടികളായിരുന്നോ? അതോ ഡോക്ടർ, എന്താ ഡോക്ടർ? ആ, പെട്ടെന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന കണ്ടു. ആ അത് ഞാൻ ഈ ഭിത്തിയെ തൂക്കിയ രൂപത്തിന്റെ ഫോട്ടോ എടുത്തതാ. இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.